ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടിനേറ്റേഴ്സ് വിത്ത് മീ അൻഷ. ഇന്ന് നമുക്കൊരു കേക്ക് ടോപ്പർ ചെയ്തെടുക്കാം. ക്രിക്കറ്റ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതാണ് നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ള മോഡൽ ഉണ്ടായിരുന്നത്. ഇതുപോലുള്ളൊരു ടോപ്പറാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ റൈറ്റിങ്സ് ഒക്കെ അതുപോലെ തന്നെ വേണം. ഹോം സ്വീറ്റ് ഹോം എന്ന് 3 ലൈൻസ് ആയിട്ടാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ അത് ഞാൻ ഹോം എന്ന് എഴുതി കൊടുത്തു. എന്നിട്ട് എച്ചിനെ കുറച്ച് ഇങ്ങോട്ടേക്ക് അടുപ്പിച്ചിട്ടുണ്ട്, കാരണം നമുക്കെല്ലാം ഒരു സെറ്റായിട്ട് കിട്ടണം. എന്നിട്ട് 3 ലൈൻസും ഞാൻ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി ഇതിലോട്ടേക്ക് മേൽക്കൂര പോലുള്ള കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇമേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഡിസൈൻ സ്പേസിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മേൽക്കൂര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മേൽക്കൂരയ്ക്ക് ഒരു വടി കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഷേപ്പിൽ നിന്ന് ഒരു വടി എടുത്തിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മേൽക്കൂരയും ഇതുപോലെ വടിയും സെറ്റായി. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ ബ്ലാക്ക് കളറിലാണ് വേണ്ടത്, പക്ഷെ നമുക്കൊരു ബേസ് കാർഡ് സ്റ്റോക്കിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളർ കാർഡ് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. ആദ്യം സിൽവർ കളറിൽ ബേസ് കാർഡ് സ്റ്റോക്കിൽ കട്ട് ചെയ്തതിന് ശേഷം സെയിം സാധനം തന്നെ ബ്ലാക്ക് വിനൈൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് ഒരു കീ കൂടെ വേണം. അപ്പം ഞാൻ കീയുടെ ഇമേജ് ഗൂഗിളിൽ നിന്ന് തപ്പിയെടുത്തിട്ട് അതും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ബേസ് ഇതുപോലെ സിൽവറിൽ കൊടുത്തിട്ട് കളറ് ഗോൾഡൻ കളറിലാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ സ്മാർട്ട് വിനൈൽ എടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറിലുള്ള. അപ്പോൾ അതും ഇതുപോലെ ഡബിളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്മാർട്ട് വിനൈൽ നമുക്ക് സ്ട്രോങ് ട്രാൻസ്ഫർ ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പീൽ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ടും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ സിൽവർ മിറർ കാർഡ് സ്റ്റോക്കിൽ കട്ട് ചെയ്ത കേക്ക് ടോപ്പറിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബ്ലാക്ക് വിനൈൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ പീൽ ചെയ്തിട്ട് ട്രാൻസ്ഫർ ടാപ്പിലോട്ടേക്ക് ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ നേരെ സെയിം ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ബ്ലാക്ക് കാർഡ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അതിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡബിൾ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് മെഷീനാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാനിപ്പോൾ കറൻ്റ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്രിക്കറ്റ് മേക്കറാണ്. അതിൽ തന്നെ നമുക്ക് എല്ലാവിധം കട്ട് ചെയ്യാം. 12 ഇഞ്ച് വരെ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് കീ കൂടി വെച്ച് കൊടുക്കാം. കീക്ക് ഒന്നെങ്കിൽ ട്രാൻസ്ഫർ ടാപ്പ് ഉപയോഗിച്ചിട്ട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ പീൽ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. എനിക്ക് ഇതിലോട്ടേക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൂപ്പർ ഗ്ലൂ എടുത്തിട്ട് എൻ്റെ കയ്യിൽ നന്നായി ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. സൂപ്പർ ഗ്ലൂവിനെ കൊണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമ്മളുടെ കേക്ക് ടോപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ പിക്ക് വരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.